നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ്. ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷെ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. കാരണം അവന്റെ പേര് എഴുതിടാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. 100% ലോക കള്ളന്മാരെന്നുള്ള കാര്യം എക്സ്പോസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുഞ്ഞാൻ പാണ്ടിക്കടൻ അഥവാ പാണ്ടിക്കടൻ കുഞ്ഞാൻ മുൻകൈയെടുത്ത് നടത്തിയ ലക്കി ഡ്രോ നല്ല ഒന്നാം തരം നാനോൺ 6 ഉഡായിപ്പാണെന്ന് പക്കയായിട്ട് ഇവന്മാരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. അതായത് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വന്തം ചോരയിൽ പിറന്ന മകനായിട്ടുള്ള അൻവർ രംഗത്ത് വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്കി ഡ്രോയിൽ 1ാം സമ്മാനം അടിച്ച ഷാഫിയും രംഗത്ത് വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുറച്ചധികം കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ രണ്ടോമാരും കൂടി ഈ എല്ലാ ടീമും കൂടി ചേർന്ന് കളിച്ച 1ാം തരം ഫ്രോഡ് പരിപാടിയാണെന്നുള്ള കാര്യം എക്സ്പോസ്ഡ് ആണ്. എന്തായാലും ആദ്യം നമ്മുടെ അൻവറിൽ നിന്നും തന്നെ തുടങ്ങാം. ഏത് രാജുവേട്ടന്റെ മൂവി അൻവർ അല്ല, ഇത് നാസർക്കേട്ട മകൻ അൻവറിൽ നിന്നും നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്റെ വർക്ക് സംബന്ധമായിട്ടുള്ള ഞാൻ ഈ വണ്ടിയിൽ പോകുന്ന വീഡിയോസ് കാര്യങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിപ്പോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ്. ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷെ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. 25 വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല, ഉണ്ടായിട്ടുമില്ല. പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും. ഇപ്പൊ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ അയൽവാസികളോടും അന്ന് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഈ ഫൈസൽ ചെറുവാടി പോലുള്ള ആ മനുഷ്യനെ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. 1 സെക്കൻഡ്, നേരിട്ട് സ്വന്തം ഉപ്പയുമായിട്ട് ബന്ധമില്ല, അപ്പൊ ഫോണിലൂടെ ബന്ധപ്പെടും. അതെന്ത് പാടെ, ഗൾഫിലില്ലായിരുന്നു? അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നേരിട്ട് ബന്ധമില്ല, അപ്പൊ ഏത് രീതിയിൽ ബന്ധമുണ്ട്? എന്ത് ബന്ധം? ആ ബന്ധം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ബന്ധങ്ങൾ. ഇനി നമ്മുടെ അൻവർ മോൻ ടിക്കറ്റ് എടുത്ത് സഹായിച്ചു. സ്വന്തം വാപ്പാക്കൊരു പ്രശ്നം വന്നപ്പോൾ നേരിട്ട് ടിക്കറ്റ് എടുക്കാതെ മറ്റു പലരെയും വിട്ട് ടിക്കറ്റ് എടുപ്പിച്ചിരുന്നു സുഹൃത്തുക്കളെ. അതിലൊരു വ്യക്തിയാണ് 1ാം സമ്മാനം അടിച്ച ഷാഫി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാഫിക്ക് 1ാം സമ്മാനം അടിക്കുന്നു. അത് അൻവർ, നാസറിന്റെ സ്വന്തം മകൻ അൻവർ പൈസ മുടക്കി എടുപ്പിച്ച ടിക്കറ്റ് ആണെങ്കിൽ ആ ടിക്കറ്റിൽ ഷാഫിക്ക് വീടടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അൻവർ മുടക്കി എടുത്ത ടിക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഷാഫി ആ വീടും പറമ്പ് ആർക്ക് കൊടുക്കും? അൻവറിന് കൊടുക്കും. അൻവറിന് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് കിട്ടി? നാസറിന്റെ സ്വന്തം മകന് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അല്ല, അടിപൊളി ബന്ധല്ലേ? ഇതിനേക്കാളും നേരെ ആധാര ഓഫീസിൽ പോയിട്ട് ആധാരവും എല്ലാം കൂടി എടുത്ത് എഴുതി അങ്ങ് ഒപ്പിട്ട് കൊടുത്താൽ പോരായിരുന്നു സ്വന്തം മകന്. ഇങ്ങനെ ഒരു ലക്കി ഡ്രോയും വെച്ച് നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ച് തേച്ചൊട്ടിച്ച് പണ്ടാരടക്കുന്ന ഒരു നാടകം എന്തിന്? പൈസ കിട്ടിയല്ലേ? മൂഞ്ചിച്ചപ്പോ പൈസ കിട്ടി. ശരിയാ. ആര് മൂഞ്ചി? നാട്ടുകാർ കുറെ പേര് മൂഞ്ചി. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് കുറെ എണ്ണം മൂഞ്ചി തുപ്പി. വിശ്വസിച്ചവരെ ആദ്യം മടൽ വെട്ടി അടിക്കണം. ഇവന്റെയൊക്കെ ലക്കി ഡ്രോ എന്ന് പറയുമ്പോൾ മുമ്പേ കീരകത്തും കുടുക്ക എടുത്തോണ്ട് പോണ കുറെ എണ്ണം ഉണ്ട്. വേറെ കുറെ എണ്ണം തുടങ്ങിയിട്ടുണ്ട് ലക്കി ഡ്രോ. കേട്ടാ, ഒരു വഴിയേ അങ്ങ് പൊക്കോ. പോയി പങ്കെട്. പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് കെഎൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ്. പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം, അതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കാന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത്. അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഒരു മനുഷ്യനെ സഹായിക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം, എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സംബന്ധമായി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് 1-2 ആളുകളൊക്കെ എനിക്ക് അതിൽ സഹായിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ എന്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്. ഒരു മോനുണ്ട് എനിക്ക്. എന്റെ മോന്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും? ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട്. ആ മോളുടെ ജീവിതം ഏത് അവസ്ഥയിലാവും? ഒന്നും ആരും ചിന്തിക്കുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ, ഇതിന്റെ സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ
ഒന്നും അറിയാതെ കൂപ്പൺ എടുത്ത് സഹായിച്ച ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉപ്പാന് ഒരു പ്രശ്നം വന്ന സമയത്ത് കൂപ്പൺ എടുത്ത് സഹായിച്ച മകൻ, അതിനേക്കാൾ ആ കൂപ്പൺ എടുത്ത് സഹായിച്ചതിനേക്കാൾ ആ പൈസ വാപ്പാക്കങ്ങ് കൊടുത്താൽ പോരായിരുന്നു. പിന്നെ ഈ ലക്കി ഡ്രോ സെറ്റപ്പ് തുടങ്ങുന്ന സമയത്ത് അറിയാന്നുള്ള ആരും പങ്കെടുപ്പിക്കരുത്. ഇനി ഇത് നമ്മുടെ രാജ്യത്ത് നിയമപരമായിട്ട് തെറ്റായതുകൊണ്ട്, നിയമപരമായിട്ട് ഇല്ലീഗൽ പരിപാടി ആയതുകൊണ്ട് ഇതിവിടെ നടത്താനും പാടില്ല. നടത്തുന്നവന്മാർക്കെല്ലാം തക്കതായ നിയമ നടപടി എടുപ്പിച്ച് അടിച്ച് അണ്ണാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഈ വീഡിയോയിൽ കുറെ കുടുംബ പ്രശ്നമൊക്കെ പറഞ്ഞു പോകുന്നു. ഏതാണ്ട് 41 മിനിറ്റ് അടുപ്പിച്ച് ആ വീഡിയോ ഉണ്ട്. ഈ കുടുംബ പ്രശ്നമൊന്നും അല്ലടെ ആർക്കും കേൾക്കേണ്ടത്. നീയൊക്കെ നടത്തിയിട്ടുള്ള ഉഡായ്പകളാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്, ജനങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങേര് പറയുന്നുണ്ടായിരുന്നു ഏതോ ചാരിറ്റി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാണെന്ന്. ഗ്രൂപ്പിനെ പറ്റിയിട്ട് പോലീസുകാരൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ ചാരിറ്റിയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ലോട്ടറിയുടെ മറവിൽ തന്നെ 1.5 തട്ടിപ്പ് നടത്തി. ഇനി അതുകൊണ്ട് ചാരിറ്റിയുടെ മറവിൽ വല്ല തട്ടിപ്പ് ഉണ്ടോ എന്ന് ആ ഗ്രൂപ്പിനെ പറ്റിയിട്ടും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കൊള്ളാം. ഇനി 1ാം സമ്മാനം മേടിച്ച ഷാഫി മോൻ രംഗത്തോട്ട് വന്നാട്ടെ. നമ്മൾ ഈ 13 ടിക്കറ്റ് 13,000 രൂപ ഞങ്ങൾ 3-4 കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു 3,000 രൂപ ചെലവ്. സാധാരണക്കാരൻ അങ്ങനെ എടുക്കുമോ? എടുത്താൽ തന്നെ പോട്ടെ. ഈ 13 ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമോ? പോട്ടെ, അതും കൂടി. ഈ 13 നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ വേക്കിൽ എന്തൊരു ഉദ്ദേശം ഉണ്ടോ? അത് എന്ത് ഉദ്ദേശമാണെന്നുള്ളത് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് എത്രത്തോളം നമ്മൾ ഇതിന്റെ പുറകെയുള്ളത് പുറത്ത് പറയരുത്. അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും. അതായത് എന്താ പറയാ, ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയാണ്ടിരുന്നത്. പറയരുത്. നിങ്ങളൊന്നും പറയരുത്. ഇത്രയും ചാരിറ്റി മനസ്സുള്ള നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ നമ്മുടെ നാസർക്കട്ട മകന്റെ കൂട്ടുകാരന് ഒന്ന് അടിയിന്ന് തപ്പി എടുത്ത് അടിച്ച് അണ്ണാക്കിൽ മീൻസ് ഇങ്ങനെ കൊടുത്തത് വീട് കണ്ടോണ്ടിരിക്കണം ഒരു പൊട്ടന്മാരാണെന്ന് ഇനിയും വിചാരിക്കരുതേ. ഷാഫി അണ്ണ കിടന്ന് മെഴുകാതെ ഉള്ള കാര്യം ഞാൻ പറയാം. നാട്ടുകാരെ നിങ്ങൾ എല്ലാവരും കൂടി കുറെ പൈസ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 20,000 ടിക്കറ്റ് വിറ്റെന്നും പറയുന്നുണ്ട്. 2 കോടിക്ക് മേളിൽ. എല്ലാ പൈസയും തിരിച്ചും കൊടുത്തിട്ട് മാപ്പും പറഞ്ഞ് സ്ഥലം കാലിയാക്കിക്കോ. ഇനി മേലാൽ ഇവിടെ ഒന്നും കണ്ടുപോലും. എനിക്കതേ പറയാനുള്ളൂ. നാട്ടുകാരെ മൂഞ്ചിച്ച് അണ്ണാക്കി കൊടുത്ത് നീയൊക്കെ തിന്നാ നിനക്കൊക്കെ ദഹിക്കോടാ. ഇതൊക്കെയാണ് നിന്റെയൊക്കെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുന്നതെങ്കിൽ നാട്ടുകാരുടെ പ്രാക്ക് നീയൊക്കെ എനിക്കൊന്നും പറയാനില്ലടേ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോടെ. ശരിയടേ ഷാഫി അണ്ണ പറഞ്ഞാട്ടടേ. ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരെ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പിന്നെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ 14,000 രൂപയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ കിട്ടുന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നന്മ പ്രവൃത്തി ചെയ്യും, അല്ലെങ്കിൽ അത് വണ്ടിന്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്താ ആവശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക. ഇത് നമ്മളോട് ഒരു ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് അവരെ അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസയാണ്. അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് തന്നെ നമ്മൾ കൊടുത്ത പൈസയാണ്. അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ ആൾ തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ. ടിക്കറ്റ് അപ്പം തന്നെ നമ്മൾ തന്നും ചെയ്തു. അതെ, അത് എഴുതിയിട്ടത് ഞങ്ങളുടെ പേരിലുമാണ്. ഞങ്ങളുടെ പേരിലാണ്. കാരണം എന്ന് വെച്ചാല് അവന്റെ പേര് എഴുതിടാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ. അപ്പൊ നാസർക്കയുടെ മകന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ പേരിലേക്ക് ഇട്ടിരിക്കുകയാണ് ആ ടിക്കറ്റ് അല്ലേ. അപ്പം വരുന്ന ദിവസങ്ങളിൽ വീട് നേരെ കുടുംബത്തിന് തന്നെ തിരിച്ചു പോകും. കണ്ടുകൊണ്ടിരുന്നവന്മാരും പൈസ ഇട്ട് ടിക്കറ്റ് എടുത്തവന്മാരും പൊട്ടന്മാര് അല്ലേ. കൊള്ളാടാ, സൂപ്പർ. ഒരു അവാർഡ് എടുക്കട്ടെ. എന്റെ കയ്യിലൊന്നുമില്ല തരാൻ. ഞാൻ എന്റെ ഒന്നുമില്ല തരാൻ. ഇമാതിരി ഒരു പൊറോട്ട നാടകം, ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ച ഈ നാടകം സൂപ്പർ. കണ്ടിന്യൂ. കമോൺ എവരിബഡി. എല്ലാരും വന്നിട്ടെ പോന്നാട്ടെ. എന്തുവാടെ നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ. ഇവിടെ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ പിടിച്ചുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അതിന്റെ പുറകത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിന്റെ പുറകില് ഇത് എല്ലാം എന്താ പറയാ വെളിപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ആ വെളിപ്പെടുത്തുന്നവര് ഇതിന്റെ പുറകിൽ കുടുംബം എന്നുള്ളത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഒരു കുടുംബം നശിപ്പിച്ചിട്ട് എന്താക്കരുത്, നിങ്ങൾ റീച്ച് ഉണ്ടാക്കരുത്. ഇല്ലല്ലോ, ഒരിക്കലും നമ്മൾ ആരും റീച്ച് ഉണ്ടാക്കുന്നില്ല. ഇനി എല്ലാം കൂടി റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ അതുപോലെ നിങ്ങളൊക്കെ കള്ളത്തന്നെ എക്സ്പോസ് ചെയ്തവന്മാരുടെ നെഞ്ചത്തോട്ട് അടിച്ചു വെച്ചോടും. നീയൊക്കെ കാണിച്ച നല്ല 1ാം തരം സൂപ്പർ ഫ്രോഡ് പരിപാടി. അതിന് ഇനിയിപ്പോ ആരും ഒന്നും പറയുന്നില്ല. 1ാം സമ്മാനം നിങ്ങളുടെ ആൾക്കാർക്ക്, 2ാം സമ്മാനം നിങ്ങളുടെ ആൾക്കാർക്ക്, 3ാം സമ്മാനം നിങ്ങളുടെ ആൾക്കാർക്ക്. ഇനി വല്ല മിക്സിയോ ഗ്രൈൻഡറോ അയൺ ബോക്സോ ഉണ്ടെങ്കിൽ ബാക്കി അങ്ങ് എവിടെയെങ്കിലും കിടക്കണവന്മാർക്ക് എവിടെന്നെങ്കിലും ഒക്കെ ടിക്കറ്റ് എടുത്തവന്മാർക്കും കിട്ടും. അല്ലാണ്ട് നല്ല വിലപിടിപ്പുള്ള നല്ല
ഫസ്റ്റ് സ്ഥാനങ്ങളെല്ലാം നിങ്ങളുടെ ആൾക്കാർക്ക് തന്നെ അടിക്കുന്നു. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ പൊട്ടന്മാര് അല്ലെ? അടിയിന്ന് കൈയിട്ട് അങ്ങ് എടുക്കുന്നു. എന്തായാലും നിന്റെയൊക്കെ ടിക്കറ്റ് എടുത്ത അണ്ണന്മാർക്ക് എന്തിന് ഈ നാസർക്കൊക്കെ ഉൾപ്പെടെ അടിയിന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വലിച്ചെടുക്കാണ്ട് മേലിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് എവിടെ നിങ്ങൾക്ക് റാൻഡായിട്ട് ഒരെണ്ണം എടുക്കാൻ അറിയത്തില്ലേ? നല്ല ഉടായ്പ പരിപാടിയാണോ മക്കളെ മെഴുകരുത്. ഇപ്പൊ ആകെ ചെയ്തൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയാളെ സഹായിച്ചെന്നൊരു തെറ്റും ആ കൂപ്പൺ കഷ്ടകാലത്തിന് ഞങ്ങൾക്ക് അടിച്ചെന്നൊരു തെറ്റും ഇത് അടിച്ച സ്ഥിതിക്ക് അവർ തമ്മിലുള്ള ബന്ധം പുറത്തായി എന്നുള്ള ആകെ പ്രശ്നമായി. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമല്ല. ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണ്ട, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞിപ്പം ഇങ്ങനെ കുറച്ചു മുമ്പ് യൂട്യൂബിൽ ഒരാൾ പറയുന്നത് കേട്ടു ഞങ്ങൾ ആ വീട് വേണ്ടാന്ന് വെച്ചു. ആര് വേണ്ടാന്ന് വെച്ചു? ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല. വീട് വേണ്ടാന്ന് വെക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നില്ല. പകരം തൽക്കാലം മൂപ്പര് അവിടെ നിന്നോട്ടെ, പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ എന്താക്കും, ഒന്നില്ല ഇത് കച്ചവടമാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. അതാണ് പറഞ്ഞിട്ട് പോകുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ നിങ്ങൾ ചിന്തിച്ചാൽ ഇത്രയും നാണം കിട്ടി ഇത്രയും പുറത്ത് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളിത് പിന്നെ അവിടെ പുറത്ത് പോരുമോ? പല യൂട്യൂബേഴ്സും പറയുന്നത് ഇപ്പൊ ഞങ്ങളതിൽ ഉടായ്പ കാണിച്ചു, എന്താ പറയുക, ഞങ്ങളതിൽ എന്താ പറയുക അങ്ങനെ കളിച്ചു, അങ്ങനെ ഒത്തു കളിച്ചു. ഈ പറയുന്ന പിന്നെ നാസർക്കായിട്ടോ അല്ല എന്താ മറ്റൊരു യൂട്യൂബർ പാണ്ടിക്കാട് കുഞ്ഞാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്റെ കുടുംബക്കാരനാന്ന് പറയുന്ന ആൾക്ക്. പിന്നെ പല ആൾക്കാരും എനിക്ക് പനമയത്തെ വീട് അടിച്ചത്, പല ആൾക്കാരും എനിക്ക് കമ്പളക്കാട് വീട് അടിച്ചത്. അതേപോലെ കുറെ ആൾക്കാർ പറഞ്ഞു ബത്തേരി വന്നു അന്വേഷിച്ചു. പിന്നെ അതേപോലെ എവിടെ വന്നു അന്വേഷിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും. കാരണം ബത്തേരി വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഗോൾഡ് ബിസിനസ് ആയിരുന്നെന്നും ആ പരിപാടിയാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനെ സമ്മതിക്കുന്നുണ്ട്. അതായത് നാട്ടുകാർ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവച്ച സാധനം കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ പൊന്നെണ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അടിയിൽ നിന്ന് എന്തിനാണ് പോയി ടിക്കറ്റ് എടുത്ത്? അതെനിക്ക് ഇതുവരെ പിടി കിട്ടുന്നില്ല. സൈഡിലെല്ലാം ഒട്ടിച്ച് വെച്ചാൽ പോരായിരുന്നു ഇതിനേക്കാളും. നാട്ടുകാർ ഇങ്ങനെ വലിപ്പിച്ച് ജീവിക്കുന്നതിലും ഭേദം പിച്ച എടുത്ത് ജീവിക്കും. അന്തസ്സുണ്ടടെ, അന്തസ്സുണ്ട്. ആരെയും പിടിച്ചു പറിക്കാനോ ആരെയും പറ്റിക്കാനോ മുഞ്ചിക്കാനോ പോകുന്നില്ല. പോയി തെണ്ടി ജീവിക്കും, യാചിക്കും, തെണ്ട് കിട്ടും. ഇതിനേക്കാളും നല്ല പൈസ കുറച്ച് ദിവസം എടുത്തായാലും കിട്ടുവടെ. തെണ്ടി ജീവിക്കും കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇട്ടണം. ബൈ.